അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. മഹീഖുൽ ഖുർആനിന്റെ 4-ാമത്തെ സെഷനിലെ 21-ാമത്തെ ക്ലാസ്സിൽ സൂറത്തു തീനാണ് നാം പഠിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് മക്കയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട ഈ അധ്യായം വിശുദ്ധ ഖുർആനിലെ 95-ാമത്തെ സൂറത്തായിക്കൊണ്ടാണ് ഉള്ളത്. 8 ആയത്തുകളാണ് സൂറത്തു തീനിൽ കാണുവാൻ സാധിക്കുക. ഭൗതിക ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയ 4 സൃഷ്ടി വൈഭവങ്ങളെ സംബന്ധിച്ച് സത്യം ചെയ്യുകയാണ് ഈ അധ്യായത്തിന്റെ ആരംഭവശത്ത് ഉള്ളത്. ഏതൊക്കെയാണെന്നാൽ, ഒന്നാമതായിക്കൊണ്ട് വത്തീൻ അഥവാ അത്തിയെ കുറിച്ചാണ് സത്യം ചെയ്ത് പറയുന്നത്. രണ്ടാമത്തേത് സൈത്തൂൻ ഒലീവിനെ സംബന്ധിച്ച് പറയുന്നു. മൂന്നാമത്തേത് തൂരി സീനീൻ സീനാ പർവ്വതത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നത്. നാലാമത്തേത് വഹാദൽ ബലദിൽ അമീൻ അഥവാ മക്ക രാജ്യത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നത്. എന്നിട്ട് അതിനുശേഷം മനുഷ്യന്റെ വിശ്വാസത്തെയും സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? ഒന്നാമത്തേത്, മനുഷ്യ സൃഷ്ടിക്ക് മറ്റുള്ള സൃഷ്ടികളെക്കാൾ ആദരവ് നൽകപ്പെട്ടുവെന്നും അവന്റെ ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ചൊവ്വായ രീതിയിൽ സൃഷ്ടിക്കുകയും ചെയ്തു എന്ന കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തേത്, വിശ്വാസത്തിൽ വൈകല്യം സംഭവിക്കുന്നത് മൂലം ഏറ്റവും വളരെ നിന്ദ്യമായുള്ള അവസ്ഥയിലേക്കും അതേപോലെ തന്നെ അത് നന്നാകുന്നത് മൂലം അവന്റെ വിശ്വാസവും ആചാരവും ഒക്കെ നന്നാകുന്നത് മൂലം അവനെ ഏറ്റവും ഉത്തമമായതിലേക്കും നയിക്കപ്പെടുന്നതായിരിക്കും എന്ന കാര്യമാണ്. മൂന്നാമത്തേത്, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും തങ്ങളുടെ വിശ്വാസ ആചാര പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ പരലോകത്ത് പ്രതിഫലം നൽകപ്പെടുന്നതായിരിക്കും എന്ന കാര്യമാണ് പറയുന്നത്. ഇത്തരത്തിൽ 3 കാര്യങ്ങളാണ് ഈ അധ്യായത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ളത്. അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈതൂൻ. അത്തിയും ഒലീവും തന്നെയാണ് സത്യം. വത്തീൻ അത്തി തന്നെയാണ് സത്യം. വസ്സൈതൂൻ ഒലീവും തന്നെയാണ് സത്യം. നമുക്കറിയാം, നമുക്കിടയിൽ സുപരിചിതമായ ഒരു ഫലമാണ് അത്തിപ്പഴം എന്നുള്ളത്. ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ മറ്റു പല സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിലെ 20-ാമത്തെ വചനത്തിൽ കാണാം, വശജറതൻ തഖ്റുജു മിൻ തൂരി സൈനാഅ തംബുതു ബിദ്ദുഹ്നി വസിബ്ഗിൻ ലിൽ ആകിലീൻ. അഥവാ സീനാ പർവ്വതത്തിൽ മുളച്ചു വരുന്ന ഒരു മരവും, അഥവാ മരത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അത് അത്തി മരത്തെ സംബന്ധിച്ചാണ് അല്ലാഹു പരാമർശിച്ചത് എന്നാണ്. ആ മരത്തെയും നാം സൃഷ്ടിച്ചു നൽകിയിരിക്കുന്നു. എണ്ണയും ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കുള്ള കറിയായിക്കൊണ്ടും അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചതായി കാണുവാൻ സാധിക്കും. ഈ അത്തിവൃക്ഷം നമ്മുടെ നാട്ടിലും കാണപ്പെടുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ അറേബ്യൻ നാടുകളിലെ അത്തികൾക്ക് നമ്മുടെ നാടുകളിലുള്ള അത്തികളെക്കാൾ പല വിശേഷണങ്ങളും വിശേഷതകളും ഉള്ളതായി കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ചും ഫലസ്തീൻ നാടുകളിലെ അത്തിമരങ്ങളും അവിടങ്ങളിലുള്ള അത്തിപ്പഴങ്ങളും കൂട്ടത്തിൽ പ്രത്യേകതയുള്ളതായിക്കൊണ്ട് മനസ്സിലാക്കുവാനും സാധിക്കും. പഴത്തിന്റെ വലുപ്പമാണെങ്കിലും ആകൃതിയാണെങ്കിലും അതിന്റെ സ്വാദാണെങ്കിലും പ്രയോജനമാണെങ്കിലും അത് വളരെ മെച്ചപ്പെട്ടതായിക്കൊണ്ടാണ് കാണുവാൻ സാധിക്കുന്നത്. അതിന് പുറമെ അത്തിപ്പഴം എന്നത് ആരോഗ്യപരമായുള്ളൊരു ഭക്ഷ്യവസ്തുവായിക്കൊണ്ടും ഔഷധവീര്യം നിറഞ്ഞതും മുഴുവൻ അംശങ്ങളും തിന്നാൻ കൊള്ളുന്നതുമായിക്കൊണ്ടാണ് അതിന്റെ രൂപവും ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള പഴങ്ങളിൽ നിന്നും അതിനെ പ്രത്യേകമായിക്കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വസ്സൈതൂൻ ഒലീവിനെ സംബന്ധിച്ചാണ്. ഒലീവ് മരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ കേന്ദ്രവും ഫലസ്തീനും പരിസരങ്ങളൊക്കെ തന്നെയാണ്. ഒലീവിന്റെ കായ അത് വളരെ പ്രധാനപ്പെട്ട ഒരു എണ്ണ വിത്തായിക്കൊണ്ട് ഉപയോഗിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള ഒരു കറിയും ഉണ്ടാക്കാറുണ്ട് എന്നാണ്. അതിൽ നിന്നെടുക്കുന്ന എണ്ണയാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ജൈത്തെണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒലീവെണ്ണ. ആ എണ്ണകളുടെ കൂട്ടത്തിൽ മറ്റുള്ള എണ്ണകളെക്കാൾ പ്രാധാന്യം നൽകപ്പെടുന്നതായും കറിയായും മരുന്നായും ലേപനമായും വിളക്കെണ്ണയായും ഒക്കെ ഇത് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ചില പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സത്യം ചെയ്ത് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളെക്കാൾ അതിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും, അതിന് ശ്രേഷ്ഠതകൾ ഉണ്ടായിരിക്കും എന്ന കാര്യം കഴിഞ്ഞ അധ്യായം പരാമർശിക്കുന്ന സന്ദർഭത്തിൽ നാം പഠിച്ചതായിരുന്നു.
അതിനുശേഷം മൂന്നാമതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറയുന്ന കാര്യം രണ്ടാമത്തെ ആയത്ത് വതൂരി സീനീൻ, സീനാ പർവ്വതം തന്നെയാണ് സത്യം എന്നാണ്. തൂർ എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് അർത്ഥം. സീനീൻ, സീനാ പർവ്വതം അഥവാ ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധിയാർന്ന പർവ്വതമാണ് സീനാ പർവ്വതം. സീനീൻ എന്നും സൈന എന്നുമൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രവാചകത്വം സിദ്ധിച്ചതും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സംസാരം കേട്ടതും തൗറാത്ത് ലഭിച്ചതുമെല്ലാം സീനാ പർവ്വതത്തിൽ വെച്ചാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിലെ 52-ാമത്തെ വചനത്തിൽ കാണാം, വനാദൈനാഹു മിൻ ജാനിബിത് തൂരിൽ ഐമൻ വഖറബ്നാഹു നജിയ. പർവ്വതത്തിന്റെ വലതുഭാഗത്ത് നിന്ന് അഥവാ ഈ സൈനാ പർവ്വതത്തിന്റെ വലതുഭാഗത്ത് നിന്ന് നാം അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി. രഹസ്യ സംഭാഷണത്തിനായി നാം അദ്ദേഹത്തിന് സാമീപ്യം നൽകുകയും ചെയ്തു എന്നാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്രായേലരുടെയും ചരിത്രം ഈ ഒരു പർവ്വതവുമായി പല നിലക്കും ബന്ധപ്പെട്ടതാണ് എന്ന് വ്യത്യസ്ത അധ്യായങ്ങളിൽ നിന്നും അതിന്റെ വിശദീകരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്രകാരം ആ പർവ്വതത്തിന് മറ്റുള്ള പർവ്വതങ്ങളെക്കാൾ ശ്രേഷ്ഠത നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാം. ശേഷം നാലാമതായിക്കൊണ്ട് ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറയുന്നത് മൂന്നാമത്തെ വചനം, വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വമുള്ള ഈ രാജ്യവും തന്നെയാണ് സത്യം. അൽ അമീൻ എന്ന് പറഞ്ഞാൽ ആമിൻ, നിർഭയത്വമുള്ള എന്നാണ് അതിന്റെ അർത്ഥം. സാധാരണ അൽ അമീൻ എന്ന ഒരു പദത്തിന് വിശ്വസ്തൻ എന്ന അർത്ഥം നൽകപ്പെടാറുണ്ട്. ഇവിടെ ആമിൻ എന്ന അർത്ഥമാണ് അഥവാ നിർഭയത്വമുള്ളത് എന്ന അർത്ഥമാണ് നൽകപ്പെടേണ്ടത്. വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വമുള്ള ഈ രാജ്യം തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ അതിലെ ഈ രാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മക്ക രാജ്യമാണ്. ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്ന കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലായിരുന്നു എന്നതിനാൽ തന്നെ ആ ഒരു വിഷയത്തിൽ ഈ രാജ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് മറ്റേതെങ്കിലും രാജ്യമായിരിക്കുമോ എന്നിങ്ങനെ സംശയിക്കപ്പെടേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. മക്ക തന്നെയാണ് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും അധികം പ്രാധാന്യം നൽകിയതും അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമായതുമായ രാജ്യമാണ് മക്ക എന്നുള്ളത്. ഏറെ പവിത്രമാക്കപ്പെട്ട നാടാണ്. അവിടെ പ്രവേശിക്കുന്ന ഏതൊരു വിശ്വാസിക്കും പരിപൂർണമായ നിർഭയത്വവും ഉണ്ടായിരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിലൂടെ മറ്റു പല സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല അക്കാര്യം എടുത്തു പറയുന്നുണ്ട്. വമൻ ദഖലഹു കാന ആമിന. സൂറത്തു ആൽ ഇംറാനിലെ 97-ാമത്തെ ആയത്താണ്. അഥവാ ആരാണോ അതിലേക്ക് പ്രവേശിക്കുന്നത് അവൻ ആമിനായിരിക്കും, നിർഭയത്വമുള്ളവനായിരിക്കും എന്നാണ്. അപ്രകാരം ഒരുപാട് വചനങ്ങൾ മക്ക രാജ്യം അത് നിർഭയത്വമുള്ള രാജ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് മുമ്പും മക്കക്കും ഹറമിനും ശ്രേഷ്ഠതയും പവിത്രതയും ജനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നത് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അത് കേവലം ബിംബങ്ങളുടെയോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെയോ ഭാഗത്തു നിന്നുള്ള പവിത്രതയായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പവിത്രതയായിക്കൊണ്ട് തന്നെ അന്നും മക്ക രാജ്യം നിലനിന്നിരുന്നു എന്നതാണ്. അവിടെ വെച്ച് കൊലയോ ഹിംസയോ ഒന്നും പാടില്ലാത്തത് കൊണ്ടാണ് അതിനെ നിർഭയമായ രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ഇന്നും ആ പവിത്രത നിലനിന്നു പോരുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ മക്കയുടെ വ്യത്യസ്തതയായിക്കൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അതിന്റെ പ്രത്യേകതയായിക്കൊണ്ട് കാണുവാൻ സാധിക്കുന്നു. ലോകാവസാനം വരെ അത് അപ്രകാരം തന്നെ പവിത്രമാക്കപ്പെട്ടതും നിർഭയത്വമുള്ളതായ രാജ്യമായി നിലനിൽക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച വിഷയമാണ്. ഹദീസിൽ കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹു യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പവിത്രത നൽകിയ രാജ്യമാണിത്. മക്കയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ. അത് അല്ലാഹുവിൽ നിന്നുള്ള ആദരവും അല്ലാഹുവിൽ നിന്നുള്ള പവിത്രതയും അതിനുണ്ടായിരിക്കും, ഖിയാമത്ത് നാൾ വരെ അതുണ്ടായിരിക്കുന്നതാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്രകാരം മക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് നിർഭയത്വമുള്ള രാജ്യമായിക്കൊണ്ട്, നാടായിക്കൊണ്ട് അത് നിലനിൽക്കുമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മക്ക രാജ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റുള്ള നാടുകളെക്കാൾ പവിത്രത നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്കയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഓരോന്നിന്റെയും നാടുകളിലേക്ക്
ഉലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകനും നിശ്ചയിക്കപ്പെട്ടതായി കാണുവാൻ സാധിക്കും. വത്തീനി വസ്സൈത്തൂൻ അഥവാ അത്തിയും ഒലീവും തന്നെയാണ് സത്യമെന്ന് പറയുമ്പോൾ അത്തിയെയും ഒലീവിനെയും ചേർക്കപ്പെടുന്നത് ഫലസ്തീനിലേക്കാണ്, ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. അവിടേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഈസ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം. അതേപോലെ തന്നെ പിന്നീട് പറഞ്ഞത് വതൂരി സീനീൻ അഥവാ സീനാ പർവ്വതം തന്നെയാണ് സത്യം. അത് മിസ്റിലേക്കാണ് ചേർക്കപ്പെടുന്നത് അഥവാ ഈജിപ്തിലേക്കാണ് ചേർക്കപ്പെടുന്നത്. അവിടേക്ക് നിയോഗിതനായ പ്രവാചകനാണ് മൂസ ഇബ്നു ഇമ്രാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അതേപോലെ തന്നെ പിന്നീട് പറഞ്ഞത് വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വമുള്ള ഈ രാജ്യം തന്നെയാണ് സത്യം. അത് മക്കയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അവിടേക്ക് നിയോഗിതനായ പ്രവാചകനാണ് മുഹമ്മദുൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 പ്രവാചകന്മാരും ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരാണ് എന്നത് ശ്രദ്ധേയമാണ്. ഈ 4 വസ്തുക്കളെ കൊണ്ടും സത്യം ചെയ്ത് പറഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നീട് ഊന്നി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം അഥവാ തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ലഖദ് തീർച്ചയായും ഖലഖന നാം സൃഷ്ടിച്ചിരിക്കുന്നു അൽ ഇൻസാന മനുഷ്യനെ ഫീ അഹ്സനി തഖ്വീം ഏറ്റവും ചൊവ്വായ ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഭൂമി ലോകത്തെ ഏറ്റവും ഉത്തമമായ 4 കാര്യങ്ങൾ എടുത്ത് സത്യം ചെയ്ത് പറഞ്ഞ ശേഷം അള്ളാഹു പറഞ്ഞ കാര്യം തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അത് ഏറ്റവും ഉത്തമമായതാണ് എന്ന് 3 രൂപത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അഥവാ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കി ഖസം, സത്യം ചെയ്ത് പറഞ്ഞു. 3-4 കാര്യങ്ങൾ തൊട്ട് മുമ്പ് സത്യം ചെയ്ത് പറഞ്ഞ ശേഷമാണ് ഈ കാര്യം അള്ളാഹു സൂചിപ്പിച്ചത്. അതൊരു ഊന്നലാണ്. രണ്ടാമത്തേതായിക്കൊണ്ട് അല്ലാം, ലാം അവിടെ നൽകിയിട്ടുണ്ട്. അറബി ഭാഷ അറിയാവുന്ന ഏതൊരാൾക്കും അറിയാം, ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഉറപ്പായും എന്ന അർത്ഥം, ഒരു ഊന്നൽ നൽകുന്നൊരു അർത്ഥം അവിടെ നൽകപ്പെടുന്നതാണ്. അതേപോലെ തന്നെ 3-ാമത്തേത് ഖദ്, ഖദ് എന്നുള്ളതും അതേ രീതിയിൽ തന്നെ ഉറപ്പാണ് അല്ലെങ്കിൽ തീർച്ചയാണ് എന്ന ഊന്നൽ നൽകുവാൻ വേണ്ടിയാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കപ്പെടാറുള്ളത്. അപ്പൊ ഈ 3 രൂപത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഏറ്റവും ഭംഗിയുള്ളതാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഘടനയോടുകൂടി ഉള്ളതാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അഥവാ ഒരു രീതിയിലും ന്യൂനതകൾ കണ്ടെത്താനില്ലാത്ത വിധം ഏറ്റവും സുന്ദരമായ പ്രകൃതിയാൽ ഏറ്റവും നല്ല ഒരു പാകതയിലായിട്ടാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. ശാരീരികപരമായും ബുദ്ധിപരമായും ആത്മീയപരമായും എല്ലാം തന്നെ മനുഷ്യൻ ഇതര ജീവികളെക്കാൾ ഉത്കൃഷ്ടൻ തന്നെയാണ്. അവനേക്കാൾ എത്രയോ വമ്പിച്ച വസ്തുക്കളെ പോലും കീഴൊതുക്കുവാനും അടക്കി ഭരിക്കുവാനും വേണ്ടുന്ന പക്വതയും പാകതയും അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം അതേ മനുഷ്യനെ തന്നെ അവൻ സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കാത്ത പക്ഷം ഏറ്റവും വലിയ അധമനാക്കി അള്ളാഹു തരം താഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ്. 5-ാമത്തെ വചനത്തിൽ കാണാം, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നീട് അവനെ നാം അധമരിൽ ഏറ്റവും അധമനാക്കി തീർത്തിരിക്കുന്നു എന്നാണ്. സുമ്മ പിന്നീട് റദദ്നാഹു അവനെ നാം മാറ്റിയിരിക്കുന്നു, നാം തിരിച്ചിരിക്കുന്നു, അസ്ഫല ഏറ്റവും അധമനാക്കിക്കൊണ്ട്, സാഫിലീൻ അധമന്മാരുടെ കൂട്ടത്തിൽ. അഥവാ തന്റെ ജീവിതത്തിന്റെ അർത്ഥവും ആശയവും ലക്ഷ്യവും മനസ്സിലാക്കാതെ തന്റെ രക്ഷിതാവിനെ തിരിച്ചറിയാതെ അശ്രദ്ധനും അലസനും അടിയനുമായി ജീവിച്ച മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം ദുഷ്ടനും നികൃഷ്ടനുമായിരിക്കുമെന്നാണ്. പരലോകത്തെ അവന് ലഭിക്കുന്ന പ്രതിഫലം ഏറ്റവും ശോചനീയവും ഏറ്റവും നിന്ദ്യവുമായിരിക്കും എന്നാണ് ഈ ആയത്ത് നമ്മെ ഉണർത്തുന്നത്. കാഴ്ചയും കേൾവിയും ചിന്തിക്കാനുള്ള ശേഷിയും എല്ലാം നൽകിയ മറ്റു ജീവജാലങ്ങളെക്കാൾ തന്നെ ഉത്കൃഷ്ടനാക്കിയ തന്റെ രക്ഷിതാവിനോട് നന്ദി കാണിക്കാത്ത, അവനു വേണ്ടി ആരാധനകൾ ചെയ്യാത്ത ആളുകൾ ഏറ്റവും നിന്ദ്യന്മാരാണെന്നും അവർ കാലികളെക്കാൾ മോശമാണെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ആക്ഷേപിക്കുന്നുണ്ട്. സൂറത്തുൽ അറാഫിലെ 179-ാമത്തെ വചനം, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, അഥവാ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം ആളുകളെ നാം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അവർ അത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. വലഹും അഅ്യുൻ, അവർക്ക് കാഴ്ചകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, ആ കാഴ്ചകൾ കൊണ്ട് കാണേണ്ടതായുള്ള വാസ്തവങ്ങൾ അവർ കാണുന്നില്ല. വലഹും ആദാനുൻ, അവർക്ക് കേൾവികളുണ്ട്, പക്ഷേ ലാ യസ്മഊന ബിഹാ, അതുകൊണ്ട് കേൾക്കേണ്ടതായുള്ള യാഥാർത്ഥ്യങ്ങൾ അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം, അവർ കാലികളെ പോലെയാണ്.
ബൽഹും അതല്ല കാളികളെക്കാൾ അവർ മോശമാണ്, അവരെക്കാൾ വഴിപിഴച്ചു പോയിരിക്കുന്നു. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധന്മാരാകുന്നു എന്ന. മറ്റു ജീവജാലങ്ങളെക്കാൾ അധികം അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും നൽകപ്പെട്ട മനുഷ്യൻ എന്തുകൊണ്ടും തന്റെ രക്ഷിതാവിനോട് കൂടുതൽ നന്ദി ചെയ്യാൻ അർഹൻ തന്നെയാണ്. അത് ചെയ്യാതിരുന്നാൽ നിന്ദ്യന്മാരിൽ ഏറ്റവും അധപ്പതിച്ച നിന്ദ്യനാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാറ്റുന്നതായിരിക്കും. എന്നാൽ സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പ്രകൃതിയാലുള്ള അവരുടെ ഉത്കൃഷ്ടതകൾക്ക് പുറമെ അല്ലാഹുവിന്റെ അടുക്കലും അവർ ഉത്കൃഷ്ടന്മാർ തന്നെയായിരിക്കും. അവർക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലമാകട്ടെ കാലാകാലം തേയ്മാനമോ ഭംഗമോ കൂടാതെ അത് ശാശ്വതമായിരിക്കുമെന്ന 6-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അഥവാ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ ഒഴികെ, എന്നാൽ അവർക്കാകട്ടെ മുറിഞ്ഞു പോകാത്ത പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. അഥവാ അസ്ഫല സാഫിലീൻ എന്ന് 5-ാമത്തെ വചനത്തിൽ പറഞ്ഞവരെ അധമന്മാരുടെ കൂട്ടത്തിൽ അധമനാക്കി തീർക്കുമെന്ന്. അപ്പൊ ആ മനുഷ്യരെ ഒന്നടങ്കം അല്ലാഹു സൂചിപ്പിച്ച ശേഷം ചില വിഭാഗം ആളുകളെ അതിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. ആരാണത്? അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്ത ആളുകളും ഒഴികെ, ഇല്ല അവർ ഒഴികെ, ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലം ഉണ്ടായിരിക്കുമെന്നാണ്. ജീവിത ലക്ഷ്യം മനസ്സിലാക്കി അതിനായി പണിയെടുത്ത മനുഷ്യൻ പരലോകത്ത് അവൻ വിജയിയായിരിക്കുമെന്നാണ്. ഭൗതിക ജീവിതം പാരത്രിക ജീവിതത്തിനായി മാറ്റിവെച്ച ഏതൊരാൾക്കും നഷ്ടം സംഭവിക്കുകയില്ല, അത് യാഥാർത്ഥ്യമാണ്. ഭൗതിക ലോകത്ത് എത്ര വലിയ ധനാഢ്യനും അധികാരിയും ആണെങ്കിലും ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഏൽക്കേണ്ടി വരുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ടി വരാത്തതായ ഏറ്റവും സുന്ദരമായ ലോകമാണ് പരലോകം. സൂക്ഷ്മത കൈവരിച്ച് ജീവിച്ച ആളുകളെ കാത്തിരിക്കുന്ന ഒരു മഹാലോകമാണത്. നിലച്ചു പോകാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് അത്തരക്കാർക്ക് സമ്മാനിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിൽ കാണാം, ഉകുലുഹാ ദായിമുൻ വദില്ലുഹാ, അഥവാ അതിലെ കനികളും അതിലെ തണലും ശാശ്വതമായിരിക്കും. തിൽക ഉഖബല്ലദീന തഖൗ, അതാകുന്നു സൂക്ഷ്മത പാലിച്ചവരുടെ പര്യവസാനമെന്ന. ഇപ്രകാരം ധാരാളക്കണക്കിന് വിശേഷണങ്ങൾ സ്വർഗത്തെ സംബന്ധിച്ചും അതിലെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ഖുർആനിക വചനങ്ങളിലും ഹദീസുകളിലും വായിച്ചെടുക്കുവാനും കാണുവാനും നമുക്ക് സാധിക്കും. ഭൗതിക ലോകത്തേക്കാൾ എത്രയോ ഇരട്ടി അനുഗ്രഹങ്ങൾ പരലോകത്ത് സ്വർഗനിവാസികൾക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ദീനീ കാര്യങ്ങൾ ഇത്രയും വ്യക്തമായിട്ടും ഇത്രയേറെ മഹത്വങ്ങളും അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്കായി നൽകിയിട്ടും ആ രക്ഷിതാവിനെ പറ്റി മനസ്സിലാക്കുവാനും അവന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുവാനും നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുവാനും അനാചാരങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുവാനും മനുഷ്യർക്ക് എന്തേ സാധിക്കാതെ പോകുന്നത് എന്നാണ് ശേഷമുള്ള 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, എന്നിരിക്കെ ഇതിനു ശേഷം പരലോകത്തെ പ്രതിഫല നടപടിയെ നിഷേധിച്ചു തള്ളാൻ മനുഷ്യ നിന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഫമാ യുകദ്ദിബുക, നിഷേധിച്ചു തള്ളാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? ബഅദു, അതിനുശേഷം, ബിദ്ദീൻ, അഥവാ പരലോകത്തെ പ്രതിഫല നടപടിയെ, അഥവാ കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം വ്യക്തമായിട്ടും അതിനുശേഷം പരലോകത്തുള്ള പ്രതിഫല നടപടിയെ നിഷേധിച്ചു തള്ളാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ് എന്നാണ്. ശേഷം അല്ലാഹു ചോദിക്കുന്നു, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലയോ? അഥവാ കഴിഞ്ഞ ആയത്തുകളിൽ പരാമർശിച്ചത് പ്രകാരം മനുഷ്യന്റെ നിലയും നിലവാരവുമെല്ലാം മറ്റു ജീവജാലങ്ങളെക്കാൾ എത്രയോ ഉയർന്നത് തന്നെയാണ്. അതിനാൽ തന്നെ അവർക്കില്ലാത്ത ചില ഉത്തരവാദിത്തങ്ങളും അവർക്കില്ലാത്ത ചില ലക്ഷ്യപൂർത്തീകരണങ്ങളും മനുഷ്യർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനാൽ തന്നെ ആ ബോധം നിനക്കുണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് മനുഷ്യനെ ഉണർത്തുകയാണ് ഈ 2 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഈ അധ്യായത്തിലെ ആദ്യ 6 വചനങ്ങളുടെ ശൈലിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി കൊണ്ട് പെട്ടെന്നൊരു അഭിസംബോധന രീതിയാണ് ശേഷമുള്ള ഈ 2 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൂടുതൽ ഊന്നൽ നൽകുവാൻ വേണ്ടി തന്നെയായിരിക്കും അപ്രകാരം പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് ഇത് പാരായണം ചെയ്യുന്ന ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൽ ഒരു ഉത്തരം തെളിഞ്ഞു വരുന്നതായിരിക്കും. പ്രത്യേകിച്ച് അവസാന വചനം പാരായണം ചെയ്യുമ്പോൾ, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധികർത്താക്കളിൽ വെച്ച്
ഏറ്റവും വലിയ വിധികർത്താവല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാനത് സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അള്ളാഹു ആകുന്ന ഏറ്റവും വലിയ വിധികർത്താവ് എന്ന മറുപടി നമ്മുടെ മനസ്സകങ്ങളിൽ വരേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഈ അധ്യായത്തെ സംബന്ധിച്ച് അത് പാരായണം ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇദാ ഖറഅ അഹദുകും വത്തീനി വസ്സൈതൂൻ, ഈ അധ്യായം നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഫഅത അലാ ആഖിരിഹാ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അതിങ്ങനെ പാരായണം ചെയ്ത അവസാനം അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ എന്ന അല്ലാഹു വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലയോ എന്ന ആ ആയത്ത് അവസാനിക്കുമ്പോൾ ഫല്യഖുൽ, പറയേണ്ടതുണ്ട് അത് പാരായണം ചെയ്യുന്നവൻ അല്ലെങ്കിൽ അത് കേൾക്കുന്നവൻ, ബല വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ, അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും വലിയ വിധികർത്താവ്, ഞാൻ അതിൽ സാക്ഷ്യം വഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അത് സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് എന്നവൻ പറയേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ ആയത്തിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമ്മൾ അതിന് മറുപടി പറയേണ്ടതുണ്ട്, അതിന്റെ പ്രഖ്യാപനം നാം നടത്തേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെ അപ്രകാരം മനുഷ്യൻ ഒരു വിചാരണയെയും പ്രതിഫലത്തെയും നേരിടേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതിനെ വ്യാജമാക്കി നിഷേധിക്കുവാൻ പിന്നെ യാതൊരു ന്യായവും ഇല്ല എന്നത് ഈ ആയത്തുകളിലൂടെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ വിധികർത്താക്കളെ പോലെയുള്ള ഒരു വിധികർത്താവല്ല എന്നും അവൻ എല്ലാ വിധികർത്താക്കളെക്കാളും ഏറ്റവും വലിയ യുക്തിമാനും ശക്തിമാനും അധികാരസ്ഥനുമായ വിധികർത്താവാണ് എന്നും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ധിക്കാരവും മർക്കടമുഷ്ടിയും അഹങ്കാരവും നിമിത്തം തന്റെ രക്ഷിതാവിനെ ധിക്കരിച്ചുകൊണ്ട് തെമ്മാടിയായി ജീവിക്കുന്ന മനുഷ്യൻ ഭൗതിക ലോകത്ത് എത്ര കണ്ട് ശക്തനും അധികാരിയുമാണെങ്കിലും ശരി, പരലോകത്ത് വളരെ വ്യക്തവും ശക്തവുമായ അള്ളാഹുവിന്റെ വിധികൾക്ക് മുന്നിൽ മുട്ടുകുത്തേണ്ടി വരുമെന്നുള്ളത് തീർച്ച തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു രംഗം എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുവാൻ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് കഴിയേണ്ടതുണ്ട്. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ദീനുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകുവാനും അതിനനുസൃതമാക്കി തീർക്കുവാനും എപ്പോഴും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.